പല സ്വാശ്രയ സ്വകാര്യ കോളേജുകളും ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിലും അവർ ഈ റാഗിങ്ങിനെതിരെ കർശന നടപടികൾ എടുക്കാറില്ല. കാരണം റാഗ് ചെയ്യുന്നത് സീനിയർ വിദ്യാർത്ഥികളാണ്. ആ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്ത് പോലീസ് കേസ് പോയി അവരെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഒരു പക്ഷേ സ്ഥാപനത്തിന് അവരിൽ നിന്ന് കിട്ടുന്ന ഫീസ് നഷ്ടപ്പെടും എന്നുള്ള ഭീതിയിൽ ഇതിനെതിരെ ഒരു അലസ മനോഭാവം കൈക്കൊള്ളാറുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടു ചേർക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റാഗിങ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്നും അങ്ങനത്തെ ചരിത്രം അവിടെ ഉണ്ടോ എന്നും അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളോട് ഇത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, പേരെടുത്ത റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റാഗിങ് തീരെ ഇല്ലാത്ത സ്ഥാപനങ്ങളാണ്. റാഗിങ്ങിന് ആര് മുതിർന്നാലും അവരെ അപ്പോൾ തന്നെ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ചേർക്കാൻ ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഈ ഒരു വസ്തുതയുടെ ഒരു സാഹചര്യം പരിശോധിച്ച് മാത്രം ചെയ്യുക.